ഓം നമോ നാരായണായ. നാരായണീയം ദശകം 11. ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെയും ഉൽപ്പത്തി. ഈ ദശകം മുതൽ ഭഗവാന്റെ അവതാര കഥകളാണ് വർണ്ണിക്കുന്നത്. 3 ലോകങ്ങളിലും അസുരന്മാർ ശക്തി പ്രാപിക്കുമ്പോൾ അവരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നത്. അങ്ങനെ വരാഹ അവതാരത്തിന് കാരണഭൂതരായ അസുരന്മാരുടെ ജനനവും അവരുടെ പരാക്രമവുമെല്ലാമാണ് ഈ ദശകത്തിൽ വിവരിക്കുന്നത്. ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകാദി മുനിമാർ ഭഗവാനെ ദർശിക്കാനായി വൈകുണ്ഠ ലോകത്തിലെത്തുന്നു എന്ന് പറഞ്ഞ് ദശകം തുടങ്ങുന്നു. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കദാപി ദിവ്യാസനഗാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രഭേതിരേ മാരുതമന്ദിരേശ. അങ്ങനെ സൃഷ്ടി പടിപടിയായി വർദ്ധിച്ചു കൊണ്ടിരിക്കെ ഒരു ദിവസം ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ ദിവ്യന്മാരായ ആ സനകാദികൾ, അല്ലയോ ഗുരുവായൂരപ്പ, അവിടത്തെ കാണുവാൻ വേണ്ടി വൈകുണ്ഠലോകത്തിലെത്തി. വൈകുണ്ഠലോകത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. മനോജ്ഞനൈശ്രേയസ കാനനാദ്യൈർ അനേകവാപീ മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരതീതകക്ഷ്യ. അനേകം കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ നൈശ്രേയസം എന്ന മനോഹരമായ ഉദ്യാനം കൊണ്ടും 4 ഭാഗവും പവിഴം കൊണ്ട് പടുത്തിരിക്കുന്ന അമൃതജലം നിറഞ്ഞ അനേകം തടാകങ്ങൾ കൊണ്ടും രത്നമാളികകൾ കൊണ്ടും സുന്ദരമാണ് വൈകുണ്ഠലോകം. ഭഗവത് സാരൂപ്യം ലഭിച്ച ഭക്തജനങ്ങളാണ് വൈകുണ്ഠവാസികൾ. മാളികകളിൽ നിന്ന് സദാസമയവും ഭക്തജനങ്ങൾ ഭഗവത് കഥ പാടുന്നത് കേൾക്കാം. ഇങ്ങനെ വൈകുണ്ഠത്തോട് ഉപമിപ്പിക്കത്തക്കതായ മറ്റൊരു ലോകവുമില്ല. എന്നാൽ ഈ സൗന്ദര്യമൊന്നും നോക്കി നിൽക്കാതെ സനകാദികൾ മതിൽക്കെട്ടുകളെല്ലാം കടന്ന് ഭഗവാന്റെ ദിവ്യധാമത്തിന്റെ ഗോപുരവാതിൽക്കൽ എത്തിച്ചേർന്നു. എന്നാൽ ദ്വാരപാലന്മാർ അവരെ അകത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുന്നു. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്തൗ ജയസ്താൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. ദ്വാരപാലന്മാരായി അവിടെ നിന്നിരുന്ന ഭഗവാന്റെ ഭൃത്യന്മാർ ജയനും വിജയനും സനകാദികളെ ഭഗവാന്റെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കാതെ അവരെ തടഞ്ഞു നിർത്തി. അപ്പോൾ ഭഗവത് പ്രേരണ കൊണ്ട് തന്നെ രാഗാദി ദ്വേഷങ്ങളില്ലാത്ത സനകാദികൾക്ക് ദേഷ്യം വന്നു. ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. ദേഷ്യം വന്ന സനകാദികൾ ജയവിജയന്മാരെ ശപിക്കുന്നു. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗതൗ ഹരിസ്മൃതിർനോസ്തുതി നേമതുസ്താൻ. കോപം വന്ന സനകാദികൾ അവരോട് പറഞ്ഞു, പരമദിവ്യമായ വൈകുണ്ഠലോകത്തിന് ചേരാത്ത പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്. അങ്ങനെയുള്ള നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. ആസുരിക സ്വഭാവം കാണിച്ച നിങ്ങൾ അസുരന്മാരായി ഭൂമിയിൽ ജനിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. ശാപം കിട്ടിയ ജയവിജയന്മാർ പശ്ചാത്താപചിത്തരായി. ഭഗവാന്റെ അതീവ ഭക്തരായതിനാൽ എന്തുതന്നെയായാലും തങ്ങൾക്ക് ഭഗവത് സ്മരണ ഉണ്ടാകണമേ എന്ന് സനകാദികളുടെ കാൽക്കൽ വീണ് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. ഭക്തവത്സലനായ ഭഗവാൻ സനകാദികളുടെ അടുത്തേക്ക് വരുന്നു. തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഗഗേശ്വരാം സാർപ്പിത ചാരുബാഹുർ ആനന്ദയം സ്ഥാനഭിരാമമൂർത്തിയ. ഭക്തവത്സലനായ ഭഗവാൻ തന്നെ ദർശിക്കാനായി എത്തിച്ചേർന്ന തന്റെ പരമഭക്തന്മാരായ ബ്രാഹ്മണരെ തന്റെ ഗൃഹത്തിൽ പ്രവേശിക്കുന്നതിനെ തന്റെ ഭൃത്യന്മാർ തടഞ്ഞു നിർത്തി എന്നറിഞ്ഞപ്പോൾ ഭഗവാൻ സ്വയം തന്റെ പത്നിയായ ലക്ഷ്മീദേവിയോടൊപ്പം ഗരുഡന്റെ പുറത്തിരുന്ന് തോളിൽ കൈവച്ച് പ്രസന്നവദനായി ഗൃഹത്തിന് പുറത്തേക്ക് വന്നു. ഭഗവാന്റെ ആ ദിവ്യരൂപം കണ്ടയുടനെ മുൻപുണ്ടായ സംഭവമെല്ലാം സ്വല്പനേരത്തേക്ക് മറന്ന് ബ്രഹ്മാനന്ദം എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പുണ്യാത്മാക്കൾ ആനന്ദപരവശരായിത്തീർന്നു. ഭഗവാൻ സനകാദികളെയും ജയവിജയന്മാരെയും അനുഗ്രഹിക്കുന്നു.
പ്രസാദ്യഗീർഭിസ്തുവതോ മുനീന്ദ്രാൻ അനന്യനാഥാവത പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാം ഉപേതമിത്യാത്തകൃപം ന്യഗാതി. ആനന്ദപരവശരായി തന്നെ സ്തുതിക്കുന്ന സനകാദികളെ തന്റെ ഭൃത്യന്മാരുടെ പ്രവൃത്തിയിൽ താനും വിഷമിക്കുന്നു എന്നെല്ലാം നല്ല വാക്കുകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ചു. എന്നിട്ട് മറ്റാരും ആശ്രയമില്ലാത്ത തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും 3 ജന്മം അസുരന്മാരായി ഭൂമിയിൽ ജനിച്ച് കോപത്തോടു കൂടിയുള്ള ഭഗവത് സ്മരണം കൊണ്ട് എന്നെ തന്നെ പ്രാപിക്കുമെന്ന് കരുണയോടെ പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു. ജയവിജയന്മാർ അസുരന്മാരായി ജനിക്കുന്നു. തുദീയഭൃത്യാവധ കാശ്യപാത്തൗ സുരാരിവീരാവുദിതൗ ദിതൗ ദൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യൗ. ശപിക്കപ്പെട്ടവരായ ജയവിജയന്മാർ അവരുടെ ആദ്യജന്മം കാശ്യപ മഹർഷിക്ക് ദക്ഷ പ്രജാപതിയുടെ മകളായ ദിതിയിൽ 2 അസുരവീരന്മാരായി ജനിച്ചു. ഒരു ദിവസം സന്ധ്യാസമയത്ത് കാമാർത്തയായ ദിതി ഭർത്താവിനെ ആകർഷിച്ച് ഗർഭം ധരിക്ക കാരണം അതിലുണ്ടായ സന്തതികളായ ഇവരുടെ സ്വഭാവം ക്രൂരമായി പരിണമിച്ചു. അവർ ലോകത്തിന് പുതിയ 2 യമന്മാരാണെന്ന് തോന്നുമാറ് അത്ര ഭയങ്കരന്മാരായിരുന്നു. ഇവരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. 2 പേരുടെയും പേരും സ്വഭാവവും വിവരിക്കുന്നു. ഹിരണ്യപൂർവാ കശിപുക്കിലൈക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭൗ ഭവന്നാഥമശേഷലോകം രുഷാന്യരുന്ധാം നിജവാസനാന്ധൗ. ഹിരണ്യകശിപു എന്നാണ് ജ്യേഷ്ഠന്റെ പേർ, ഹിരണ്യാക്ഷൻ അനുജനും. ഇവർ 2 പേരും ആസുരിക സ്വഭാവം കൊണ്ട് പരമാർത്ഥജ്ഞാനം നശിച്ചവരായിത്തീർന്നു. ഭഗവാന്റെ രക്ഷയ്ക്ക് അധീനമായിരിക്കുന്ന ലോകത്തെ സ്വന്തം ശക്തി കൊണ്ട് ദ്രോഹിക്കാനും നശിപ്പിക്കാനും തുടങ്ങി. ഹിരണ്യാക്ഷൻ യുദ്ധത്തിന് ഒരു എതിരാളിയെ കിട്ടാൻ വേണ്ടി പാഞ്ഞു നടക്കുന്നു. തയോർഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവന്നനവാപ്തവൈരി ഭവത്പ്രിയാംഷ്മാം സലിലേ നിമഞ്ജ ചചാര ഗർവാദ് വിനദൻ ഗതാവാൻ. അഹങ്കാരം നിമിത്തം അന്ധനായ ഹിരണ്യാക്ഷൻ സകലരെയും എതിരിടുകയും തന്നോട് എതിരിടാൻ കെൽപ്പുള്ള എതിരാളിയെ കാണാതെ അഹങ്കരിച്ച് അലറി വിളിച്ച് ഓടി നടന്നു. എന്നിട്ട് ഭഗവാന്റെ ഇഷ്ടപത്നിയായ ഭൂമിദേവിയെ സമുദ്രജലത്തിൽ താഴ്ത്തി ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് ഗദയുമായി സഞ്ചരിച്ചു. ഭഗവാനെ അന്വേഷിച്ചു പുറപ്പെട്ടു എന്ന് പറയുന്നു. തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമഗവേഷയം സ്വാം ഭക്തൈകദൃശ്യ സ കൃപാനിധേ ത്വം നിരുന്ധിരോഗാൻ മരുതാലയേശ. ഹിരണ്യാക്ഷൻ യുദ്ധത്തിന് ഓടി നടക്കുന്നതിനിടയിൽ വരുണപുരിയിൽ ചെന്ന് വരുണനെ പോരിന് വിളിച്ചു. താൻ യുദ്ധം വേണ്ടെന്ന് വെച്ചിരിക്കുന്നുവെന്നും ഹിരണ്യാക്ഷന് ഒത്ത എതിരാളി ഭഗവാൻ വിഷ്ണുവാണ് എന്നും ഹിരണ്യാക്ഷനോട് പറഞ്ഞു. അപ്പോൾ മുതൽ ഹിരണ്യാക്ഷൻ ഭഗവാനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഹിരണ്യാക്ഷനെ പോലെ ഭയങ്കരന്മാരായ ചില രോഗങ്ങൾ തങ്ങൾക്ക് തക്ക എതിരാളിയെ തേടി നടക്കുന്നുണ്ടെന്നും അങ്ങനെ ഒരു രോഗം തന്നെയും കടന്നു പിടികൂടിയിരിക്കുകയാണെന്നും അവിടുന്ന് കനിഞ്ഞ് ആ രോഗങ്ങളിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂർ ഈ ദശകം ഉപസംഹരിച്ചിരിക്കുന്നു.